ഹെയർ സ്ട്രെയിറ്റനിങ് ചെയ്ത 26-കാരിക്ക് വൃക്കരോഗം സ്ഥിരീകരിച്ചു. ടുണീഷ്യയിൽ നിന്നുള്ള യുവതിക്കാണ് വൃക്കരോഗം സ്ഥിരീകരിച്ചത്. സലൂണിൽ ഹെയർ സ്ട്രെയിറ്റനിങ്ങിന് ശേഷം യുവതിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയായിരുന്നു. മൂത്രത്തിൽ രക്തത്തിന്റെ അംശം കണ്ടെത്തിയതിനു പിന്നാലെ പരിശോധനയിൽ യുവതിയുടെ രക്തത്തിൽ ക്രിയാറ്റിനിന്റെ അളവ് കൂടിയതായി ഡോക്ടർമാർ കണ്ടെത്തി. ഫ്രാൻസിൽ നിന്നുള്ള ഡോക്ടർമാരാണ് യുവതിക്ക് വൃക്കരോഗം സ്ഥിരീകരിച്ചത്. ദി ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിനിലാണ് യുവതിക്കുണ്ടായ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. 2020 ജൂണിലാണ് പെൺകുട്ടി ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യുന്നത്. തുടർന്ന് 2021 ഏപ്രിലിലും 2022 ജൂലൈയിലും ഹെയർ സ്ട്രെയിറ്റനിങ് ചെയ്തു. ഓരോ തവണ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്തതിനു ശേഷവും ഛർദി, വയറിളക്കം, പനി, പുറംവേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായി പെൺകുട്ടി വ്യക്തമാക്കുന്നു. സ്ട്രെയിറ്റൻ ചെയ്യുന്നതിനിടെ ശിരോചർമ്മത്തിൽ നീറ്റൽ അനുഭവപ്പെട്ടിരുന്നുവെന്നും മുറിവുകൾ രൂപപ്പെട്ടിരുന്നുവെന്നും പെൺകുട്ടി പറയുന്നു. ഗ്ലയോക്സിലിക് ആസിഡ് എന്ന കെമിക്കൽ അടങ്ങിയ സ്ട്രെയിറ്റനിങ് ക്രീമാണ് യുവതിയിൽ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഗ്ലയോക്സിലിക് ആസിഡും വൃക്കയുടെ തകരാറും സംബന്ധിച്ച് ഡോക്ടർമാർ പഠനം നടത്തുകയും ചെയ്തു. എലികളിലാണ് ഡോക്ടർമാർ പഠനം നടത്തിയത്. യുവതിയിൽ ഉപയോഗിച്ച അതേ സ്ട്രെയിറ്റനിങ് ക്രീം എലികളിലും പരീക്ഷിച്ചാണ് ഡോക്ടർമാർ പഠനം നടത്തിയത്. പഠനത്തിൽ സ്ട്രെയിറ്റനിങ് ക്രീം ഉപയോഗിച്ച എലികളിലെ രക്തത്തിൽ 28 മണിക്കൂറിനുള്ളിൽ തന്നെ ക്രിയാറ്റിന്റെ അളവ് കൂടുതലായി ഡോക്ടർമാർ കണ്ടെത്തി.